വേറെ ഇവരെ ഭാഗത്തുള്ള കോമഡി പറഞ്ഞാൽ അതായത് മെസ്സി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർ മിയാമി ജയിച്ചു പോകണമെന്നാണ് ഇവർ പറയുന്നത്. മെസ്സി ഉള്ളതുകൊണ്ടാണ്, മെസ്സിയാണ് ഒന്നാണ് സിംഗിൾ ഹാൻഡഡ്ലി ഈ ഇന്റർ മിയാമിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തിക്കണമെന്നാണ് ഇവരെ ആർഗ്യുമെന്റിൽ ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഈ ഒരു വസ്തുത നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട, അവരെ മുമ്പത്തെ കുറച്ച് മാച്ചുകൾ എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പൊ കഴിഞ്ഞ ഒരു കളി അവർ നേരിടുന്ന ടീമുകളുടെ പേരെന്നെ പറയാൻ പണിയാണ്. അപ്പൊ അതിലത്തെ ഒരു ടീമിന്റെ പേര് വീസൽ കോബ എന്ന് പറഞ്ഞ ടീം. ആ ഒരു ടീമിനെതിരെ മെസ്സി ഇറങ്ങിയിട്ടുണ്ടെന്ന കളി. ആ മെസ്സി ഇറങ്ങിയിട്ട് പോലും ആ കളി 0-0 ഡ്രോ ആയിട്ട് പെനാൽറ്റിയിൽ അവർ തോൽക്കുക ചെയ്തത്. ആ പെനാൽറ്റിയുടെ സംഭവം നമുക്ക് അറിയണം. ആ പെനാൽറ്റി ഷൂട്ട് ഔട്ട് നടക്കുന്ന സമയത്ത് മെസ്സിയുടെ ടീമേറ്റ്, മെസ്സി ക്യാപ്റ്റൻ ആണല്ലോ, മെസ്സിയുടെ ടീമേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ത് ചെയ്ത് പെനാൽറ്റി മിസ്സാക്കി. മെസ്സി കിടന്ന് ചിരിക്കുകയാണ്. ഈ ഒരു ടീമേറ്റ് പെനാൽറ്റി മിസ്സാക്കും, മെസ്സി കിടന്ന് ചിരിക്കുക. കളി ഊമ്പിച്ച് പെനാൽറ്റി ആക്കി. പെനാൽറ്റി ടീമേറ്റ് ഊമ്പിക്കുമ്പോൾ ഒരു ലീഡർ എന്ന് ചിരിക്കുകയാണ് ചെയ്യേണ്ടി. ഇതാണ് ഒരു ലീഡർ, ഇതാണ് നിങ്ങൾ പറയുന്നത് ലീഡർഷിപ്പ്. മെസ്സിന്റെ ലീഡർഷിപ്പിൽ എന്താണ് അർജന്റീന വേൾഡ് കപ്പ് എടുത്ത്, ഇതാണോ ലീഡർഷിപ്പ്? സ്വന്തം ടീമേറ്റ് പെനാൽറ്റി മിസ്സാക്കുമ്പോൾ കിടന്ന് കിണിക്കണ്. നേരെ മറിച്ച് മെസ്സി ഇല്ലാത്ത കളിയോ, മെസ്സി ഇല്ലാത്ത ഇത് എന്താണ് ഹോങ്കോങ് 11 കളിച്ച് 1-4 അവർ ജയിച്ച്. മെസ്സി ഇറങ്ങിയപ്പോഴാ 0-0 പെനാൽറ്റിയിൽ മുക്കി തൂരിയിട്ട് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. മെസ്സി എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടീമേറ്റ് പെനാൽറ്റി, മെസ്സിയോ ഇതാക്കണില്ല, ടീമേറ്റ് പെനാൽറ്റി മിസ്സാക്കുമ്പോൾ അതിൽ കിടന്ന് കിണിക്കുക. കളി മുമ്പിപ്പോ എന്താണ് പെനാൽറ്റി മുമ്പിപ്പോ കിടന്ന് കിണിക്കുക. ഒരു നിങ്ങൾ പറയണ റിട്ടയർമെന്റ് ലീഗാണ്. റിട്ടയർമെന്റ് ഒരു മിനിമം മാന്യത വേണ്ടോ? എന്താണ് നിങ്ങളെ അവസ്ഥ? എന്തിലും ആഡ് ചെയ്യണ്ട.